ബാർ ഉടമകൾ മദ്യനയം തിരുത്താൻ സർക്കാരിന് പണം നൽകാൻ പിരിവ് നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ഒരു പരാതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു. ആ പരാതിയുടെ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് എന്ന് പറയാൻ കഴിയും? മിനിസ്റ്റർ. സർ, ഇപ്പോൾ ബാർ ഉടമകളുടെ പരാതി സംബന്ധിച്ച് അന്വേഷണം നടത്തിയ കാര്യം ഞാനിവിടെ പരാമർശിച്ചു. സാധാരണഗതിയിൽ ഒരു ഊമക്കത്തായിട്ടാണ് ആ പരാതി ലഭിച്ചിട്ടുള്ളത്. ആളും നാഥനുമില്ലാത്ത ഒരു പരാതിയാണ്. എന്നിട്ടും സർക്കാർ അത് സംബന്ധിച്ച് എക്സൈസ് കമ്മീഷണർ പരിശോധിക്കുകയുണ്ടായി. എക്സൈസ് വിജിലൻസ് വിഭാഗം 7 പേരെ കണ്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. എന്നാൽ ഇത്തരത്തിലൊരു പണപ്പിരിവ് നടത്തിയതായി തെളിയിക്കാൻ കഴിയുന്ന മൊഴികളോ തെളിവുകളോ ലഭിച്ചിട്ടില്ല. അസോസിയേഷന് കെട്ടിടം വാങ്ങുന്നതിന് 1 ലക്ഷം രൂപ വീതം പണപ്പിരിവ് നടന്നു എന്നത് വാസ്തവമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണപ്പിരിവ് നൽകാത്തതിനെ തുടർന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലുണ്ടായി എന്ന് അങ്ങനെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്ന് ആക്ഷേപത്തിൽ കഴമ്പില്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അംഗങ്ങൾക്കിടയിലെ ഈ സംഘടനയിലെ അംഗങ്ങൾക്കിടയിലെ പടലപ്പിണക്കമാണ് പരാതിയുടെ കാരണം എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ ഇതിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഊരും പേരുമില്ലാത്ത പരാതിയായിരുന്നു ആദ്യം കിട്ടിയത്. പിന്നീടും ഒരു പരാതി ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റേതായി അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നടത്തിയ അന്വേഷണത്തിൽ ഒരു തരത്തിലുമുള്ള കഴമ്പില്ല ഇതിലെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിരുന്നു. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത്. അതിൻ്റെ അന്വേഷണം എന്താ എന്നായിരുന്നു എൻ്റെ ചോദ്യം. അങ്ങ് അതിന് വ്യക്തമായ മറുപടി പറഞ്ഞില്ല. സർ, മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിൽ തന്നെ പണം നൽകാത്ത ബാർ ഉടമകൾക്കെതിരെ എക്സൈസ് വകുപ്പിൽ ഉദ്യോഗസ്ഥർ തന്നെ കേസടക്കമുള്ള നടപടികൾ സ്വീകരിച്ച് അവരെ ഭയപ്പെടുത്തി പണം കൊടുക്കണമെന്ന് അന്ന് പറഞ്ഞിരുന്നു. സർ, ഇത്രയും ഗൗരവമായ ഒരു കേസ് കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇതുപോലെ ഒരു വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സഭ വലിയ വിവാദങ്ങൾക്കും ഒച്ചപ്പാടും ഒക്കെ വിധേയമായത്. സർ, അന്ന് ആവശ്യപ്പെട്ടത് വിജിലൻസ് എൻക്വയറി നടത്തുക എന്നുള്ളത്. അന്നത്തെ ഗവൺമെന്റ് അത് നടത്തി. അത്തരത്തിലുള്ള വിപുലമായ ഒരു വിജിലൻസ് അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുവാൻ ഗവൺമെന്റ് തയ്യാറാകുമോ? സാർ, ഞാൻ വ്യക്തമായ തന്നെ മറുപടി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യത്തിന് നൽകി. എക്സൈസ് അന്വേഷിച്ചു, 7 പേരെ കണ്ടെത്തി, വിവരങ്ങൾ ശേഖരിച്ചു. എന്നിട്ടും ഒരു തെളിവോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ പരാതിക്ക് അടിസ്ഥാനമുണ്ടെന്ന് കാണാവുന്ന ഒന്നും ലഭിച്ചിട്ടില്ല എന്ന കാര്യം, പരാതിയിൽ കഴമ്പില്ലെന്നും ഇവർ തമ്മിലുള്ള പടലപ്പിണക്കമാണ് കാരണമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആകെ കണ്ടെത്തിയത് കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പണം പിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വന്നതിന് സമാനമായിട്ടുള്ള ആക്ഷേപമല്ല സർ ഈ കാര്യത്തിൽ വന്നിട്ടുള്ളത്.